കർത്താവിൽ പ്രിയരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാരം തലയ്ക്കുള്ളിൽ ചുമക്കുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ചിന്തകളുടെ ഭാരം നിങ്ങളെ നശിപ്പിക്കുന്നത് പോലെ മറ്റൊന്നും നിങ്ങളെ നശിപ്പിക്കുന്നില്ല എന്ന വാചകം എത്രമാത്രം സത്യമാണ്. പുറമേ നിന്നുള്ള വെല്ലുവിളികളേക്കാൾ നമ്മെ തളർത്തുന്നത് നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ആകുലതകളും ഭയങ്ങളുമാണ്. നമ്മുടെ മനസ്സ് ഒരു യുദ്ധക്കളമാണ്, ചിന്തകളുടെ യുദ്ധക്കളം. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് ജീവിതത്തിലല്ല, മറിച്ച് നമ്മുടെ ചിന്തകളിലാണ്. എനിക്കിതിന് കഴിയില്ല, എൻ്റെ ഭാവി എന്താകും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ ഒരു വലിയ ഭാരമായി നമ്മുടെ മേൽ അമരുന്നു. ഈ ഭാരം നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും വിശ്വാസത്തെയും നശിപ്പിക്കുന്നു. വചനം നൽകുന്ന പ്രത്യാശ ഈ ചിന്താഭാരത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ വിടുതൽ നേടാം എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിൾ അതിന് വ്യക്തമായ വഴികൾ കാണിച്ചു തരുന്നു. ഒന്നാമതായി, ഭാരം കൈമാറുക. 1 പത്രോസ് 5:7 പറയുന്നു, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നുവല്ലോ എന്ന്. നാം ഒറ്റയ്ക്ക് ചുമക്കേണ്ടുന്നതിനല്ല നമ്മുടെ ഭാരങ്ങൾ, അത് ദൈവത്തോട് പങ്കുവയ്ക്കാനുള്ളതാണ്. ചിന്തകളെ മാറ്റുക. ഫിലിപ്പിയർ 4:8 പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളല്ല, മറിച്ച് സത്യമായതും നീതിയായതും പുണ്യമായതുമായ കാര്യങ്ങൾ ചിന്തിക്കാനാണ്. ഏലിയ പ്രവാചകനെ നോക്കുക. വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വ്യക്തിയാണെങ്കിലും ഒരു ഭീഷണി കേട്ടപ്പോൾ അദ്ദേഹം തകർന്നുപോയി. എൻ്റെ ജീവൻ എടുത്തുകൊള്ളണമേ എന്ന് ചിന്തിക്കും വിധം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തെ തളർത്തി. എന്നാൽ ദൈവം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞില്ല. ദൈവം അദ്ദേഹത്തിന് ആശ്വാസവും പുതിയ ദർശനവും നൽകി ആ ചിന്താഭാരങ്ങളിൽ നിന്ന് വിടുവിച്ചു. അതുപോലെ ഇന്ന് നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചിന്തകളുടെ ഭാരത്തിന് നിങ്ങളെ നശിപ്പിക്കുവാൻ വിട്ടുകൊടുക്കരുത്. ചിന്തകൾ നിങ്ങളെ ഭരിക്കുമ്പോഴല്ല, നിങ്ങൾ ചിന്തകളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗീയ പിതാവേ, ഈ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, സ്വന്തം ചിന്തകളുടെ ഭാരത്താൽ തളർന്നിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ ആധികളും ഭയങ്ങളും നിരാശകളും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയണമേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവെ, സകല ബുദ്ധിയെയും കവിയുന്ന അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഇരുളടഞ്ഞ ചിന്തകളെ മാറ്റി അങ്ങയുടെ വെളിച്ചം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഓരോ ദിവസവും പ്രത്യാശയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.